ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് ഫേസ് പാക്ക് ഒന്നല്ല, ഇന്ന് നമുക്ക് വൈറ്റി സ്റ്റുഡിയോനെ പറ്റിയിട്ട് എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. വൈറ്റി സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. വൈറ്റി സ്റ്റുഡിയോ ഇൻഷോർട്ടും നിർബന്ധമാണ്. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫോണിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു ചെറിയൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതിനിപ്പോൾ വലിയ വലിയ സെറ്റിങ്സ് കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചാനൽ തുടങ്ങാം. അതിലിടുന്ന കണ്ടൻറ്റ് പോലെ ഇരിക്കും നമ്മുടെ ചാനലിൻ്റെ ഓട്ടം. ചിലവർക്ക് പെട്ടെന്നാവും, ചിലവർക്ക് ടൈം എടുക്കും. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് അതിനെ പറ്റിയിട്ടൊന്നുമല്ല പറയണത്. നമ്മുടെ ഈ വൈറ്റി സ്റ്റുഡിയോ എന്തിനെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാർക്ക് ആവശ്യമില്ല. അവർക്ക് യൂട്യൂബ് ചാനൽ മാത്രമേ കാണുള്ളൂ. പക്ഷേ നമ്മുടെ ടെൻഷൻ കൂട്ടുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് വൈറ്റി സ്റ്റുഡിയോ അല്ലേ. സാധാരണക്കാരനെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനൊക്കെ നേരെ വെളുത്ത് ആദ്യം നോക്കുന്നത് വൈറ്റി സ്റ്റുഡിയോ ആണ്. അതായത് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള വ്യൂസ് നമുക്ക് അതിലാണ് കാണിക്കുക. മറ്റോടത്തെ ചാനലിൽ കുറച്ചേ കാണിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സബിനും ഇപ്പോൾ എൻ്റെ ഒരു ചാനലിൽ 43.4K അങ്ങനെയാണ് കാണിക്കുള്ളൂ. അതിൻ്റെ ചില്ലറകളുണ്ടല്ലോ 43,400 എത്രയ്ക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ കുറേ പേരെ നിർബന്ധിച്ചിട്ടൊക്കെയാണ് നമുക്ക് സബ്ബുകൾ നമുക്ക് കിട്ടുക. വീഡിയോ റീച്ചായി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നൊക്കെയോ സബ്ബ് വരണേന്നൊന്നും പറയാൻ പറ്റില്ല. യൂട്യൂബ് ആകുമ്പോൾ നമുക്കിങ്ങനെ വാരി കോരിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് സബ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അങ്ങനെ സപ്പോർട്ട് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. അങ്ങനെ ചോദിച്ചു വരുന്നവർക്കും അവരും ഒരു പ്രതീക്ഷയിലേക്കാണ് നമുക്ക് ഈ ചാനലൊക്കെ തുടങ്ങുന്നത്. അപ്പം നമ്മൾ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അങ്ങോട്ട് സപ്പോർട്ട് കിട്ടിയിട്ട് ഇങ്ങോട്ട് ചെയ്യാത്ത ഒത്തിരി പേരൊക്കെ ഉണ്ട്. അവർ നമ്മളോട് പറയും കൂട്ടായിട്ടുണ്ടെന്നൊക്കെ. നമുക്കാണെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, സബ്സ്ക്രൈബേഴ്സിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് അവിടെ കിടക്കേണ്ടായിരിക്കും. പിന്നെ നമ്മൾ സബ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് അൺഫോളോ ചെയ്തിട്ട് പോയാലും നമുക്കത് അറിയാൻ പറ്റും. അപ്പം ആ വക പണിക്കൊന്നും നിൽക്കണ്ട. സബ് ചെയ്ത് കൂട്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ എങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് ഒന്ന് ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ആ ചാനലിലോട്ട് പോയിട്ട് അവരുടെ വീഡിയോസ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് നല്ല കാര്യങ്ങളൊക്കെയാണ്. ചാനൽ കൊണ്ടുപോകുന്ന എല്ലാവർക്കും ചെയ്യേണ്ടത്. എനിക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ, നിങ്ങൾക്കും കൂടി കിട്ടണ്ടേ. എല്ലാവരും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്, 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടൊന്നുമല്ല പറയണത്. അപ്പോൾ വൈറ്റി സ്റ്റുഡിയോയിൽ നമ്മൾ ആദ്യം കാണും നമ്മുടെ ടോട്ടൽ സബ്. അതിനുശേഷം നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 28 ദിവസത്തെ നമ്മുടെ ഒരു പോക്കുവരവ്. 28 ദിവസത്തെ പോക്കുവരവ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസിനെ കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാച്ചിങ് ടൈം കാണിക്കും. അതൊക്കെ കാണിക്കുന്നത് നമ്മുടെ 28 ദിവസത്തെയാണ് കേട്ടോ കണക്ക്. അതുപോലെ മോണി ആയിട്ടുണ്ടെങ്കിൽ എസ്റ്റിമേറ്റഡ് റവന്യൂ കാണിക്കും. നമ്മുടെ സബ് കയറുന്നതും ഇറങ്ങുന്നതൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പറ്റിക്കാമെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. പിന്നെ അതിനോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏണ്ട ഭാഗം കാണിക്കാം. അതുപോലെ തന്നെ അനലിറ്റിക്സ്, അതായത് നമ്മുടെ ചാനലിൽ ഓരോ മാസത്തെയും ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ വര പോലെ ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഇവിടെ എത്ര ഏജിലുള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നമുക്കൊരു കൃത്യമായിട്ട് വിവരം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു 35-50 ഇടയിലുള്ളവർ, അതുപോലെ തന്നെ ഒരു 1-നും 20-നും അങ്ങനത്തെ ഒരു പ്രായപരിധിക്ക് അനുസരിച്ച് നമ്മുടെ വീഡിയോസ് ആരൊക്കെയാണ് കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് മറ്റുള്ളവർക്ക് കാണാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ളവർ കാണുന്നവർ, പുറം രാജ്യങ്ങളിലുള്ളവർ കാണുന്നവർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വൈറ്റി സ്റ്റുഡിയോ ഇതിനൊക്കെ നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഏണ്ട ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് വാച്ചിങ് ടൈം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അറിയണ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല. ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏണ്ട ഭാഗത്ത് പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിൽ നമുക്ക് നമ്മുടെ മോണി ആയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ മെയിൽ വരും. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് റെഫ്യൂസ്ഡ് കണ്ടൻറ്റ്, മെയിനായിട്ട് അതാണ് കേട്ടോ നമ്മുടെ മിക്ക ചാനലിലും വരുന്ന ഒരു കംപ്ലയിൻറ്റ്, റെഫ്യൂസ്ഡ് കണ്ടൻറ്റ്. ആ കണ്ടൻറ്റ് നമുക്കതിൽ കാണിക്കുകയാണെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സസ്പെൻഡ് ചെയ്യാനും
യൂട്യൂബിന് അധികാരമുണ്ട്. അതായത് പല അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വീഡിയോ ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മളത് റിഫ്യൂസ്ഡ് കണ്ടൻറ്റിൽ പോവും. അപ്പോൾ കുറേയൊക്കെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മളെ ചിലപ്പോൾ 1-2 മാസത്തേക്ക് ഒന്ന് നീക്കിയിടും. പിന്നെ നമ്മളൊരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് അവരൊരു ഡേറ്റ് തന്നിട്ടുണ്ടാവും. അതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. അതിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനാണ് ഏണ്ട ഭാഗം നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കതിലുള്ള നമ്മുടെ എസ്റ്റിമേറ്റഡ് റവന്യൂവിൻ്റെ ആ ഒരു ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം നമുക്ക് 28 ദിവസത്തിൽ അത് നമുക്ക് കുറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ ഓൾറെഡി കറക്റ്റ് ഏണ്ട ഭാഗത്തുള്ളത് നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് AdSenseൽ വന്നിട്ട് അത് പേയ്മെൻറ്റ് സെറ്റായി കേട്ടോ. അപ്പോൾ അവിടെ AdSenseൽ കുറവെന്ന് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് പേടിക്കുന്നു വേണ്ട. അത് ആ കറക്റ്റ് മാസത്തിൽ അതാ ഡേറ്റിൽ നമുക്ക് 10-ാം തീയതിയാണ് കറക്റ്റ് ഡേറ്റിൽ വരിക. ആ 10-ാം തീയതിയിൽ നമുക്കത് ഇപ്പുറത്ത് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാറായിട്ടുണ്ടെങ്കിൽ എടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാത്തിനും നമുക്ക് മെയിൽ വരും. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മുടെ ചാനൽ കൊണ്ടുപോകാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് റിഫ്യൂസ്ഡ് കണ്ടൻറ്റ് വരാതെ നോക്കുക കേട്ടോ. പിന്നെ ഇതിലെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കണ്ടൻറ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിലെത്ര ശതമാനം പേര് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടു എന്നുള്ളത് കാണിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം എൻ്റെ ഒരു വീഡിയോ ഒരു 450K ഒക്കെ കടന്നു പോയിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ഒത്തിരി പൈസ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, നമ്മളത് കിട്ടും എന്ന് വിചാരിക്കും. പക്ഷേ അതിൽ ഈ സ്കിപ്പ് ചെയ്ത് പോകണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ വളവളാ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലതൊക്കെ ആൾക്കാർ കാണും. ഫുള്ളായിട്ട് അങ്ങനെ ആരും കാണുന്നില്ല. കാണുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ചാനൽ നടത്തി നമ്മൾ സപ്പോർട്ട് ചെയ്യണവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണും കേട്ടോ. അവരൊരു പരസ്യം പോലും സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഈ ഇത്ര അറിവ് കിട്ടണേക്കാൾ ഉപ്പാട് ഈ സ്കിപ്പ് ആ പരസ്യം വരുമ്പോൾ അപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് പോവുക. ഇപ്പം ഞാൻ പറയും സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നത്. അതായത് നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലാണ് നമുക്കതിൻ്റെ ഗുണം നമുക്ക് ചാനലിൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എത്ര പേര് നമുക്കതിൽ കറക്റ്റ് വ്യൂസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ അപ്പുറത്തെ എണ്ണം കണ്ടിട്ടും ഒന്നും നമ്മൾ വല്ലാണ്ട് ആഗ്രഹിക്കാൻ നിൽക്കണ്ട. അതിന് നല്ല രീതിയിൽ കാണുന്നവർക്ക് മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 1000 വ്യൂസൊക്കെ വന്നാലാണ് നമുക്ക് $1 കയറുള്ളൂ. അത് വിദേശത്തുള്ളവർ കാണുമ്പോഴൊക്കെയാണ് പിന്നെയും ഒന്നിന്ന് കുറച്ച് എന്തെങ്കിലും ഒരു മാറ്റം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ YT സ്റ്റുഡിയോയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ അതിൽ കാണുന്നത് 28 ദിവസത്തെ മാത്രമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ഇട്ട് നമ്മുടെ ചാനലിനൊന്ന് സെറ്റാക്കി കൊണ്ടുവരിക. ഡെയിലി വീഡിയോ ഇടാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് വീഡിയോ പറ്റില്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എങ്കിലും 1-2 അതിലിട്ട് യൂട്യൂബിനോട് പറയുക ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നുള്ളത് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. നമ്മൾ അതിനോടൊരു നീതി പുലർത്താം കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.